ക്ലാസ് 4-ലെ മലയാളത്തിന്റെ യൂണിറ്റ് 6 ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പകുതി പോർഷൻ പഠിച്ചായിരുന്നല്ലേ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പഠിക്കുന്ന ഏത് ഭാഗമാണ്? ഗാന്ധി തൊടൽ മാല. അവിടെ ഒരു അമ്മയുടെയും കുട്ടിയുടെ ഒക്കെ ചിത്രം കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഒരു കുട്ടി തൻ്റെ അമ്മയോട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ ഗാന്ധി തൊടൽമാല എന്ന കവിത എഴുതിയിരിക്കുന്നത്. ആരാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്? അൻവർ അലിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ചരിത്രം മറന്നുപോയവർക്ക് ചരിത്രം നിർമ്മിക്കാനാവില്ല എന്ന് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഈ കവിത പലതും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? കുട്ടിക്ക് ഗാന്ധിജിയെ നേരിൽ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷമാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും ചരിത്രം മറന്നുപോയവർക്ക് ചരിത്രം നിർമ്മിക്കാനാവില്ല എന്ന് ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളും ഓർക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കവിതയൊന്ന് വായിച്ചു നോക്കാം. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ, തൊട്ടു ഞാനുമ്മ പട്ടുപോലെ നനുത്ത തോളില്, തൊട്ടു ഞാനുമ്മ കടലു കരകയ്യേറുമാറ് മനുഷ്യരാകയിരമ്പിയാർത്തു, വൈക്കം ജെട്ടിയിൽ ബോട്ടെടുത്തു ഗാന്ധി വന്നുമ്മ നാട്ടില്, ഗാന്ധി വന്നുമ്മ. ഗാന്ധി കാലുവച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു, രണ്ടു പല്ലുപോയ മോണസൂര്യൻ ചിരിച്ചു, വിത്തു പൊട്ടി ചെടിയായി വൈക്കമൊരു വാടിയായി. നോക്കി നിൽക്കേ എന്തുമായ പൂത്തുലഞ്ഞുമ്മ ഗാന്ധി, പൂത്തുലഞ്ഞുമ്മ. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ, തൊട്ടു ഞാനുമ്മ പട്ടുപോലെ തിളങ്ങുമുയിരിൽ, തൊട്ടു ഞാനുമ്മ. ഗാന്ധി കേറി തുറന്ന കാറിൽ കൂടി ഞാൻ പിന്നാലെ ജോറിൽ, വള്ളി പോലെ പടർന്നു കാറിൽ വക്കിൽ ഞാനുമ്മ. വൻമലയിൽ മുകിൽ കീറ് വീണു പെയ്യും പോലെ, വൻകടലിൽ നീർച്ചാല് വന്നു ചേരും പോലെ, തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ, തൊട്ടു ഞാനുമ്മ പട്ടുപോലിഴ ചേർന്ന് കൽബിൽ, തൊട്ടു ഞാനുമ്മ. പിന്നൊരു നാളിന്ത്യ രണ്ടു തുണ്ടായി, കാന്തിയോടപരകാന്തി ചേർന്നതിൽ മിന്നലുണ്ടായി. തൊട്ടടുത്തു നിന്നു പാഞ്ഞു മൂന്നു തീയുണ്ട, മുട്ടിലൊന്നു നിന്നു പിന്നെ വീണുപോയി ഇന്ത്യ. ആരാണ് കവിത എഴുതിയിരിക്കുന്നത്? അൻവർ അലി അല്ലേ. അപ്പം കുട്ടിക്ക് ഗാന്ധിജിയെ നേരിൽ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷമൊക്കെയാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് കവിതയുടെ ആശയം? ഗാന്ധിജി വൈക്കത്ത് എത്തിച്ചേർന്നപ്പോൾ ഗാന്ധിജിയുടെ ആ പട്ടുപോലത്തെ നനുത്ത തോളില് തൊട്ടു ഞാൻ ഉമ്മ എന്ന് കുട്ടി പറയുന്നല്ലേ. പട്ടുപോലെ നനുത്ത തോളില് തൊടാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ടാണ് കുട്ടി കരുതുന്നത്. കടൽ കര കവിഞ്ഞൊഴുകുന്നത് പോലെ ജനസഞ്ചയം ആർത്തു വിളിച്ചതിനെ കടല് കര കയ്യേറുമാറ് മനുഷ്യരാകെ ഇരമ്പിയാർത്തു എന്നാണ് പറയുന്നത്. വൈക്കം എന്ന സ്ഥലത്തെ ബോട്ട് ജെട്ടിയിൽ ഗാന്ധിജി വരുന്ന ആ ബോട്ട് അടുത്തു. ഗാന്ധിജി എത്തുമ്പോൾ എന്താണ്? പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും വെളിച്ചം പരന്നുവെന്നാണ് കവി പറയുന്നത്. പിന്നെ ഗാന്ധിജി മണ്ണി കാല് വെച്ചപ്പോൾ എന്താണ്? ശാന്തി വിത്ത് ധരിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലേ. ഗാന്ധിജിയുടെ വരവ് നാട്ടിലെന്താണ്? സമാധാനത്തിന്റെ ഒരു വിപ്ലവത്തിന് തുടക്കമിട്ടു എന്നാണ് ആ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? പല്ലില്ലാത്ത മോണ കാട്ടി ഗാന്ധിജി പുഞ്ചിരിക്കുമ്പോൾ എന്താണ്? വിദ്വേഷത്തിന്റെ കാലം അവസാനിക്കുകയും സമാധാനത്തിന്റെ കാന്തി പുലരുകയും ചെയ്യുന്നു. ശാന്തിയുടെ വിത്ത് പൊട്ടിമുളച്ച് ചെടിയാവുകയും വൈക്കം സമാധാനത്തിന്റെ പൂവാടിയായി മാറുകയും ചെയ്ത് നോക്കി നിൽക്കെ ശാന്തിയുടെ സൗന്ദര്യം എന്താണ്? പൂത്തുലഞ്ഞല്ലേ. പട്ടുപോലെ തിളങ്ങുന്ന ഗാന്ധിജിയുടെ ദേഹത്ത് തൊടുമ്പോഴോ
യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ ആത്മാവാണ് കുട്ടി തൊട്ട് അറിയുന്നല്ലേ. ഗാന്ധിജി തുറന്ന കാറിൽ യാത്ര ചെയ്തപ്പോൾ സന്തോഷത്തോടെ താൻ പിന്തുടർന്നു എന്ന് കുട്ടി പറയുന്നുണ്ട്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? കാറിന്റെ അരികിലൂടെ വള്ളി പടരുന്നത് പോലെ വക്ക് ചേർന്ന് യാത്ര ചെയ്തു എന്നാണ് കുട്ടി ഇതേക്കുറിച്ച് പറയുന്നല്ലേ. ഈ യാത്ര എന്താണ്? ആദർശങ്ങളോട് ചേർന്നുള്ള ജീവിതയാത്രയായിട്ടാണ് കാണേണ്ടതുണ്ട്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? വലിയ മലകളിൽ മേഘങ്ങളുടെ ചെറിയ കഷ്ണങ്ങൾ വന്ന് മഴയായി പെയ്യുന്നത് പോലെയും വൻകടലിൽ നീർച്ചാലുകൾ വന്നു ചേരുന്നത് പോലെയും ഒട്ടേറെ മനുഷ്യർ ഗാന്ധിജിയുടെ ആദർശവും കാഴ്ചപ്പാടും ജീവിതചര്യയായി സ്വീകരിക്കുന്നുവെന്ന് അൻവർ അലി പറയുന്നല്ലേ. കൽബ് എന്നാൽ എന്താണ് അർത്ഥം? ഹൃദയം. അപ്പം പട്ടുപോലെ ഇഴചേർന്ന ഗാന്ധിജിയുടെ ഹൃദയത്തിൽ തൊടാൻ എന്ത് ചെയ്തു? ആർക്ക് കഴിഞ്ഞു? കുട്ടിക്ക് കഴിഞ്ഞല്ലേ. ഗാന്ധിജിയുടെ ഹൃദയം എന്താണ്? ഇന്ത്യ എന്ന മഹത് ആശയത്തിന്റെ ആത്മാവാണെന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലേ. പിന്നീട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 തുണ്ടായിട്ട് ഇന്ത്യ വിഭജിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ എന്താണ്? മതത്തിന്റെ പേരിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കാന്തിക്ക് എന്താണ്? മങ്ങലുണ്ടായി എന്നാണ് അപരകാന്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് ആ മങ്ങലുണ്ടായതിനെയാണ് സൂചിപ്പിക്കുന്നത്. തൊട്ടടുത്ത് നിന്ന് പാഞ്ഞ 3 തീയുണ്ടകൾ ഗാന്ധിജിയുടെ ജീവൻ എടുത്തുവെന്നും തുടർന്ന് കവി പറയുന്നു. ഒരു നിമിഷം മുട്ടിൽ നിന്ന ശേഷം മഹാത്മാവ് എന്ത് ചെയ്തു? മരണത്തിന് കീഴടങ്ങി. മഹാത്മാവിന്റെ മരണം ഇന്ത്യയുടെ മരണം തന്നെ. ഗാന്ധി ഉയർത്തിയ ആശയങ്ങള്, പിന്നെന്താണ്? ശാന്തിയുടെ സന്ദേശവും ഉദാത്തമായ ആശയങ്ങളും 3 വെടിയുണ്ടകളാൽ സംഹരിക്കപ്പെട്ടു. പുതിയ കാലത്തെ കവിയാണ് ആര്? അൻവർ അലി. തന്റെ കവിതയിൽ അദ്ദേഹം അനുസ്മരിക്കുന്ന ഗാന്ധിയുടെ ആശയങ്ങളും അവയ്ക്കേറ്റ പ്രഹരവും കാലത്തെ അതിജീവിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ഗാന്ധിജി ഇല്ലാതായപ്പോൾ ഇന്ത്യയുടെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ പ്രതീക്ഷയാണ് ഇല്ലാതായത്. ഗാന്ധിവധം ഒരാളെയല്ല ഇന്ത്യയെ തന്നെയാണ് കൊന്നത് എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗാന്ധിജിയുടെ ആത്മാവ് നമ്മോടൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ടാവാം ഈ കവിത ഇത്രയും പ്രസക്തമായത്. ഇനി അവിടെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെ ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? ആദ്യത്തെ ചോദ്യം എന്താണ്? കവിത താളമിട്ട് ചൊല്ലൂ. അപ്പോൾ നിങ്ങൾ പല ഈണത്തില് കവിത പാടി നോക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഗാന്ധിവധം യഥാർത്ഥത്തിൽ ഒരാളെ കൊല്ലലല്ല, ഇന്ത്യയെ കൊല്ലലാണ്. ഇക്കാര്യം കവിതയിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഗാന്ധിവധം ഒരു വ്യക്തിയുടെ മരണമായിട്ടല്ല, മറിച്ച് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ പതനമായിട്ടാണ് കവിതയിൽ അവതരിപ്പിക്കുന്നത്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ കവി ഉപയോഗിക്കുന്ന വരികൾ ഇതാണ്. ഏതാണ്? തൊട്ടടുത്തു നിന്നു പാഞ്ഞു 3 തീയുണ്ട, മുട്ടിലൊന്നു നിന്നു പിന്നെ വീണുപോയി ഇന്ത്യ. വെടിയേറ്റ് വീണത് ഗാന്ധിജി ആയിരുന്നെങ്കിലും വീണുപോയി ഇന്ത്യ എന്ന് കവി പ്രയോഗിക്കുന്നതിലൂടെ എന്താണ്? ഗാന്ധിജിയുടെ വധം ഇന്ത്യയുടെ ആത്മാവിനും അഹിംസ എന്ന അടിസ്ഥാന തത്വത്തിനും ഏറ്റവും വലിയ അഘാതവും തകർച്ചയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഗാന്ധിജിയെ കാണാൻ നിരവധി ആളുകൾ ഒരുമിച്ചെത്തി എന്നത് കവിതയിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? എങ്ങനെയാണ്? ഗാന്ധിജിയെ കാണാൻ വലിയ ജനക്കൂട്ടം ഒരുമിച്ചെത്തിയതിനെ കടലുകര കയ്യേറുമാറ് മനുഷ്യരാകെ ഇരമ്പിയാർത്തു എന്നാണ് കവിതയിൽ അവതരിപ്പിക്കുന്നത്. കടലിലെ തിരമാലയടിച്ച് കരയിലേക്ക് കയറി വരുന്നത് പോലെ ആളുകൾ ശബ്ദമുണ്ടാക്കി ആർത്തു വിളിച്ചുകൊണ്ട് അടുത്തു വരുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാറിൽ പോകുന്ന ഗാന്ധിജിയുടെ പിന്നാലെ ജനങ്ങൾ കൂടിയതിനെ വർണ്ണിക്കുന്നത് വൻമലയിൽ മുകിൽ കീറ് വീണു പെയ്യും പോലെ വൻകടലിൽ നീർച്ചാല് വന്നു ചേരും പോലെ എന്നാണ്. ഗാന്ധിജിയോട് ജനങ്ങൾക്കുണ്ടായിരുന്ന വലിയ സ്നേഹവും എല്ലാവരും ഗാന്ധിജിക്ക് അരികിലേക്ക് പ്രവാഹമായി വന്നു ചേരുന്നതിനെയുമാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. നാലാമത്തെ ചോദ്യം എന്താണ്? ഗാന്ധി കാലുവെച്ചു മണ്ണിൽ ശാന്തി വിത്തു ധരിച്ചു, ഇതുകൊണ്ട് എന്താണ്
അർത്ഥമാക്കുന്നത്. എന്താണ്? ശാന്തിയുടെ തുടക്കമാണ് അല്ലെ? ഗാന്ധിജി വൈക്കത്ത് കാൽകുത്തിയതോടെ സമാധാനപരമായ ഒരു വിപ്ലവത്തിനുള്ള തുടക്കമായി. ഗാന്ധിജിയുടെ സാന്നിധ്യം ജനമനസ്സുകളിൽ സമാധാനത്തിന്റെയും അഹിംസയുടെയും വിത്തുകൾ മുളയ്ക്കുന്നതിന് കാരണമായി. ഇനി എന്ത് മാറ്റമാണ്? ഈ വിത്ത് പൊട്ടി ചെടിയായി, വൈക്കം ഒരു പൂവാടിയായി, പൂന്തോട്ടം പോലെ മനോഹരമായി അല്ലേ മാറി. അതായത് ഗാന്ധിജിയുടെ വരവ് വൈക്കത്തെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുകയും അവിടെ സാമൂഹിക ഐക്യം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഈ ചോദ്യം 5 എന്താണ്? വൻമലയിൽ മുകിൽക്കീറ് വീണുപോയി പെയ്യും പോലെ, വൻ കടലിൽ നീർച്ചാല് വന്നു ചേരും പോലെ, ഇതുപോലെ അക്ഷരങ്ങളും വാക്കുകളും ആവർത്തിച്ച് ഭംഗി കൂട്ടിയ മറ്റേതെല്ലാം വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്താനാകും? ഏതൊക്കെയാണ്? തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ നനുത്ത തോളില് തൊട്ടു ഞാനുമ്മ. പിന്നെ ഏതാണ്? ഗാന്ധി വന്നുമ്മ നാട്ടില് കാന്തി വന്നുമ്മ, വിത്തു പൊട്ടിച്ചെടിയായി വൈക്കമൊരു വാടിയായി, ഗാന്ധി കാലുവെച്ചു മണ്ണിൽ ശാന്തി വിത്തു ധരിച്ചു, പൂത്തുലഞ്ഞുമ്മ കാന്തി പൂത്തുലഞ്ഞുമ്മ. പിന്നെ ഏത് ലൈനാണ്? ഗാന്ധി കേറി തുറന്ന കാറിൽ കൂടി ഞാൻ പിന്നാലെ ജോറിൽ. അപ്പൊ ഇത്രയും വരികളാണ് നമുക്ക് കവിതയിൽ നിന്നും എടുക്കാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക.